ബോംബെയിലേക്ക് വന്നിരിക്കുകയാണ്. ബോംബെയിൽ നിന്ന് മോൾ അവിടുത്തെ നമുക്ക് അവിടെയാണ് ജോലി. അവിടെയും നേഴ്സാണ്. മോളാണ്, കൊച്ചുമോളാണ്. പക്ഷെ ഇച്ചിരി ചുണ്ട് കൂടുതലാണ്. ആരും ചോദിച്ചാൽ ഒന്നും മറുപടി പറയണം. കറക്റ്റായിട്ട് പറയണമെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ദക്ഷിണ കൊടുക്കണം. അത് ഇങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും കൊടുത്താലേ ഉള്ളൂ. പക്ഷേ കക്ഷിയുടെ വേറെ കക്ഷിയെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്യത്തില്ല. അതൊക്കെ വേറെയാണ്. ഇച്ചിരി വെയിറ്റുള്ള പാർട്ടിയാണ്. ഇച്ചിരി എന്താ പറയുന്നത് ജാടയാണ്. പേര് നക്ഷത്രം എന്ന പേര് പറയാം. പേര് പറയാം. പേര് നക്ഷത്രം എന്നാണ്. പിന്നെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പഠിക്കുന്ന സ്കൂളിന്റെ പേരെന്തോ? ഫാത്തിമ കോളേജ്. കോളേജാ ഫാത്തിമ സ്കൂൾ. എവിടെയാണ്? അമ്പർനാഥ്. എവിടെയാണ് സ്ഥലം പറ? ഏതാണ് സ്കൂളിന്റെ സ്ഥലപ്പേര് പറ? അതായത് അമ്പർനാഥ് എന്നാണ് പറയാൻ. ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും പറയാറുള്ളത്. ഇവിടെ മോഹൻ സബർബിയ. മോഹൻ സബർബിയ അവിടെയാണ്. എത്രാമത്തെ ഫ്ലാറ്റാണ് മോളെ? ഫ്ലാറ്റ് നമ്പർ ഫേസ് 1 ഫ്ലാറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഹിന്ദിയാണ്. മലയാളം പറഞ്ഞാൽ ഹിന്ദി പറഞ്ഞോളൂ. ഹിന്ദി അറിയാൻ മലയാളം കാണാവുന്നതാണ് കേട്ടോ. മലയാളത്തിൽ വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിട്ട് മനസ്സിലാവും. അതിൻ്റെ വിളിക്കും നമ്മൾ. പിന്നെ ഹിന്ദിയൊക്കെ അറിയാം. ഇന്ന് പറയുന്നുണ്ട്. ഇന്നലെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം പറഞ്ഞിട്ടുണ്ട് ഹിന്ദി. ഞങ്ങൾക്കെല്ലാം എന്തൊക്കെയോ പറയും. ഹിന്ദിയല്ല, മലയാളം. പക്ഷെ അത് മലയാളമാണോ ഹിന്ദിയാണോന്ന് നമുക്കറിയത്തില്ല. അറിയാമ്പോ അപ്പം ഞാനേ കുട്ടിക്കാലം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. കുട്ടികളുടെ അതായത് കുട്ടിക്കാലം അതായത് കൊച്ചുകുട്ടികൾക്ക് അതേ പ്രായത്തിലുണ്ടാകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ചില കുശലത്തരങ്ങളും ചില തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മേപ്പോട്ട് വരുമ്പം ആ കുട്ടിക്കാലത്തിലുണ്ടാകുന്ന ചാബല്യം, അല്ലെ എന്താ പറയുക, തെറ്റായ പ്രവൃത്തി, അത് മേപ്പോട്ട് വരുമ്പോൾ ഒരുപക്ഷെ പ്രോത്സാഹനം ഉണ്ടാകാം. അതല്ല സ്വയം നിയന്ത്രിച്ച് അവർ നേർവഴിയിലോട്ടൊക്കെ പോകുമായിരിക്കും. അപ്പം അങ്ങനെയുള്ള സബ്ജക്റ്റിനെ പറ്റിയാണ് കുട്ടിക്കാലത്തിൽ അഭിനയിക്കണമെന്നുണ്ടായിരുന്നു. അവിടെ നിന്നും മലയാളമായതുകൊണ്ട് വലിയ മൂളോട്ടായി. അതുകൊണ്ട് കുട്ടിക്കാലത്തിനകത്തില്ല. അപ്പം അത് കുട്ടിക്കാലത്തിനകത്ത് ചേർക്കാൻ വെച്ചിരുന്നതാണ്. പക്ഷെ കുട്ടിക്കാലത്ത് വന്നില്ല അല്ലേ? അഭിനയിച്ച ചെറുതായിട്ട് ഇവിടെ ഒന്ന് കയറി നിന്നില്ലേ? ഒരു ഫ്രെയിമിനകത്ത് ഉണ്ട്. അറിയത്തില്ല, എനിക്കറിയില്ല. ഇല്ല, കൊച്ചു കുട്ടികളുടെ അല്ലായിരുന്നു. 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായത്തിലുള്ള കുട്ടിയുടെ സിനിമയായിരുന്നു. അപ്പം ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവിടെ വേഷമില്ലായിരുന്നു. പിന്നെ നമുക്ക് ആ പടത്തിൽ പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ആ പടം ചെയ്തത്. അന്നേരം ബോംബെ വന്ന്, ബോംബെയിലെ ഒരു മഹാദേവ ടെമ്പിൾ ഉണ്ട് ഇവിടെ, സ്ഥലം മറന്നുപോയി. അവിടെ പോയി നമ്മൾ തിരിച്ച് നേരെ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് പോകുമായിരുന്നു. ചെന്നൈൻ്റെ പിറ്റേന്ന് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു ചെറിയ പടമായിട്ട് തുടങ്ങിയത്. 2-3 ദിവസത്തേക്ക് ഞാൻ ബോംബെയിലുണ്ടാകും. തിരിച്ചു പോകും. എല്ലാം തീർന്ന് എല്ലാം പൂർത്തിയായി. ഇനി റിലീസിൻ്റെ ഡേറ്റാണ് കാത്തിരിക്കുന്നത്. എന്താ പറയുന്നത്, ഏപ്രിൽ ഇറക്കണം എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ്. ആ ഒരു ഗ്യാപ്പിന് ഞങ്ങൾ ബോംബെയിലേക്കൊന്ന് വന്നതാണ്. ആ ബോംബെ വന്ന് മോളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ബസ് കിട്ടിയില്ലല്ലോ. നമ്മൾ ചോദിച്ചിട്ട് ബസ് കിട്ടിയില്ലായിരുന്നു. മോൾക്കൊന്ന് ബസ്സിന്റെ ഒരു ഐറ്റം ചെയ്യണമെന്ന് പറഞ്ഞല്ലേ വന്നേ. അപ്പൊ ബസ് കിട്ടിയില്ലല്ലോ. വലിയ കൊണ്ടുവന്നില്ല. ബസ് മനസ്സിലാകുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലായില്ല. ബസ് കിട്ടിയില്ല. ജലദോഷം കുഞ്ഞിന്, ചെറിയ ജലദോഷം. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒന്ന് കറങ്ങി ഇവിടെ ഒരു ശിവക്ഷേത്രത്തിന്റെ ഒരു അമ്പലത്തിന്റെ വാർക്കയിലാണ് ഇരിക്കുന്നത് കേട്ടോ. ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. അത് എന്താ പറയുക, ശബരി മോഹൻ സബർബിയ അല്ല, ഇത് അമ്പർനാഥ് മോഹൻ സബർബിയ അയ്യപ്പ ടെമ്പിളൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാമെന്ന് പറഞ്ഞത്. ഇപ്പോഴും
ക്ഷേത്രം വന്നിട്ടിരിക്കുകയാണ് അവിടെ. ഞങ്ങൾ ക്ഷേത്രം ഒന്ന് കാണാനായിട്ട് വന്ന് അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പൊ നിന്നാൽ എന്നേക്കാൾ വലുതാണ് പുള്ളിക്കാർക്ക് കേട്ടോ, കൊച്ചാണെങ്കിൽ അല്ലേ? എത്ര വയസ്സുണ്ട് നമുക്ക്? 6 വയസ്സാണ്. ആടെന്ന് പറയുന്നത് ആടാണ്. ആട് ചെയ്തിരിക്കുന്നത് 6 വയസ്സ് അല്ലേ? 6 വയസ്സിലോട്ട് കടന്നു. 6 വയസ്സിന്റെ ബർത്ത്ഡേ ഒക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ചല്ലേ? അപ്പൊ അമ്മാമ്മയും വന്നില്ല. അമ്മാമ്മ വന്നില്ല. സ്വന്തമായിട്ടൊക്കെ ബർത്ത്ഡേ ആഘോഷിച്ചല്ലേ? കേക്കൊക്കെ മുറിച്ചു. എന്ത് കേക്കായിരുന്നു? ആ കേക്കിന്റെ പേരാ പറഞ്ഞത്. യൂണിഫോമെന്നാ ഞാൻ കേട്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴേ എല്ലാവരോടും പറഞ്ഞ് എന്താ പറയുക, ഏതായാലും ഇത്രത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഇനിയിപ്പോൾ എന്താ പറയുന്നത്. ഏതായാലും ഞങ്ങളുടെ ഒരു ചെറിയ സിനിമയാണ്. വലിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല, എന്നാലും ആ സിനിമ കഥാപാത്രത്തിനാണ്. വലുതാണ്. ആർട്ടിസ്റ്റ് ലെവലിൽ വലിയ സൂപ്പർ സ്റ്റാറുകളോ അല്ല അങ്ങനെയൊന്നുമില്ല. എന്നാലും തെറ്റില്ലാത്ത ഇല്ല, എന്നാലും കഥാപാത്രങ്ങൾക്ക് അവകാശപ്പെടുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. കാര്യം കൊല്ലം തുളസി പുള്ളിയാണ് ഇതിൽ ഹെഡ് മാസ്റ്ററായിട്ട്. പിന്നെ കുളപ്പള്ളി ലീല, അവരാണ് ഒരു ആക്ടർ പെറുക്കി നടക്കുന്ന സ്ത്രീയാണ്. പിന്നെ ഇത് വൈഫാണ് KPS ഷീല എന്ന് പറയും. പുള്ളിക്കാരത്തി ഇതിനകത്തൊരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ക്യാരക്ടറാണ്. അങ്ങനെ എന്താ പറയുന്ന തുന്നപ്പുഴ ശ്യാമ്, കായംകുളത്തി, പിന്നെ കണ്ണൂർ ജീവൻ, കലകൂർ ശീലൻ, നല്ല നല്ലൊരു താരനിശം ഉണ്ട് നാടകത്തിലെയും മിമിക്സിലെയും സിനിമയിലൊക്കെയുള്ളവർ. കലയ്ക്ക് അപ്റ്റാകുന്ന ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. പാടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ പുതിയ പാട്ടൊക്കെയാണ്. 2 പാട്ടുണ്ട്. പാട്ട് എഴുതിയിരിക്കുന്നത് രാജീവ് ആലിക്കലാണ്. കണ്ണൻ തെറ്റില്ലാത്ത പാട്ടാണ്. കുഞ്ഞു പ്രോജക്റ്റ് ആയിരിക്കും കാര്യം പ്രതീക്ഷ. ഒരു കുട്ടനാടൻ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷ പശ്ചാത്തലത്തിലുള്ളൊരു പാട്ടാണ് ഉള്ളത്. പിന്നെ ഒരു 2 സോങ്ങുണ്ട്. 2 തെറ്റില്ലാത്ത സോങ്ങാണ്. പിന്നെ PR ഐമന സാജനാണ്. എല്ലാം ബാക്ക്ഗ്രൗണ്ടിലെല്ലാം പിന്നെ ക്യാമറയാണ് റോൺസ് അലക്സാണ്. പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ മുന്ന ഐഷ. പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ അജ്മൽ അല്ലേ? പിന്നെ നവാസ് പാടാനപ്പള്ളി. അങ്ങനെ പോന്ന്. പിന്നെ അമ്പലം എല്ലാം നല്ല നല്ല ആർട്ടിസ്റ്റുകളൊക്കെയാണ്. എല്ലാവരും പടം തിയേറ്ററിൽ വരുമ്പോൾ കാണുക, പ്രോത്സാഹനം ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കേട്ടോ, അനുഗ്രഹിക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പം എല്ലാവരും എന്നെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ മനസ്സിലായി തോന്നുന്നു. എന്നാലും ഒരു അപേക്ഷ ഉണ്ടേ, കമന്റ് ഇടാവുള്ളേ. പിന്നെ വല്ല കമന്റ് കിട്ടോ കുഴപ്പമില്ല. കമന്റ് വന്നാലെങ്കിൽ ശരിയാക്കുന്നു. ഇന്നത്തെ മാത്രം പറഞ്ഞുകൊണ്ട് കമന്റ് ഇടാം കേട്ടോ. അപ്പം നല്ല നല്ല കമന്റുകൾ 1-2 കമന്റുകൾ ഇട്ടോ കുഴപ്പമില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും നമസ്കാരം. ഓക്കെ.